ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോവാം. നമ്മുടെ അക്ബർ ഇപ്പോ ലൈവിൽ ഇരുന്നിട്ട് ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു. ഇത് എഡിറ്റർ കട്ട് ചെയ്ത് കളയേണ്ട സാധനമായിരുന്നു, പക്ഷെ അബദ്ധത്തിൽ കേൾപ്പിച്ചതായിട്ടാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. നമ്മുടെ ഒനീലിന്റെ അടുത്ത് ഇരുന്നിട്ട് അക്ബർ പറയുകയാണ്, ബീം ബാഗിൽ ഇരുന്നിട്ട് പറയുകയാണ്, GCCയിലൊന്നും വോട്ടില്ലാതായി പോയി എന്നുവെച്ചാൽ നമ്മുടെ ഗൾഫ് കൺട്രീസിലൊന്നും ഹോട്ട്സ്റ്റാർ ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് GCCയിലൊന്നും വോട്ടില്ലാതായി പോയി. അങ്ങനെ അത് ഒരു PR ആവശ്യം വരത്തില്ലായിരുന്നു. GCCയിലൊക്കെ വോട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഒരു PR ആവശ്യം വരത്തില്ലായിരുന്നു, നാച്ചുറൽ PR ആയേനെ എന്ന് അക്ബർ പറയുകയാണ്. അപ്പോൾ PR കൊടുത്തിട്ടുണ്ട് എന്നാണ് അക്ബർ ഉദ്ദേശിച്ചതല്ലേ. അത് സമ്മതിച്ച് തരുന്നുണ്ട്, PR കൊടുത്തു എന്നുള്ളത്. ക്യാമറ കേൾക്കുന്നതാണെന്നുള്ളൊരു ബോധം പോലും ഇല്ലാതെ അക്ബർ ഇത് പറയുന്നുണ്ട്, PR കൊടുത്തിട്ടില്ലെന്നുള്ളൊരു കാര്യം. എന്നിട്ട് GCCയിലൊന്നും വോട്ടില്ലാത്തതിന്റെ വിഷമം പ്രകടിപ്പിക്കുന്നുണ്ട്. പബ്ലിക് റിലേഷൻസ്, അതിപ്പോ പബ്ലിക് റിലേഷൻസ് ഇല്ലാത്തവരായിട്ട് അവിടെ ആകെ എനിക്ക് തോന്നുന്നു അനീഷ് മാത്രമേ ഉള്ളൂ. ലക്ഷ്മി, ഇവർക്കൊക്കെ അക്ബർ, ഇവർക്കൊക്കെ PR ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇവർക്ക് ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽസ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. പലപ്പോഴും നമുക്കെതിരെ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ വരാറുള്ളതാണ്, PR എടുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരു PR എടുത്തിട്ടില്ല. നമുക്ക് ഇഷ്ടം തോന്നുന്ന, സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്ന കണ്ടസ്റ്റൻസിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യും. അതിപ്പോ ഓരോ വിഷയങ്ങൾ അനുസരിച്ചിട്ടാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്, എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്. അക്ബർ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഇത് പറയണമെന്ന് തോന്നി, പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കണം എന്ന് തോന്നി. കാരണം ഇത് കാണുന്ന കുറെ സാധാരണ പ്രേക്ഷകരുണ്ടല്ലോ, ഈ PR എന്താണെന്ന് പോലും അറിയാത്ത വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഇത് കാണുന്നുണ്ട്. അവരൊന്ന് മണ്ടന്മാരാക്കരുതെന്നുള്ളൊരു കാര്യം കൊണ്ടാണ് ഞാനിത് പറയുന്നത്. അക്ബറിനൊക്കെ PR ഉണ്ട്, നല്ല ഒന്നാന്തരമായിട്ട് തന്നെ PR ഉണ്ട്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.